situation they got me facing. ഹലോ ഗൈസ്, എല്ലാവർക്കും MK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മാധവദാസ്. അപ്പോൾ തമ്പനയിലും തുടക്കത്തിലും കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു വലിയ കുക്കിംഗ് വീഡിയോ ആണെന്ന്. അല്ല, ഇത് ഒരു ഈവെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുള്ള കുക്കിംഗ് ആണ്. നമ്മുടെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൂർണമെൻ്റ് ആണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇവിടുത്തെ ക്രിക്കറ്റ് ടൂർണമെന്റിനൊക്കെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്യല്. പക്ഷെ ഇവിടെ നമ്മളത് തന്നെ ഏറ്റെടുത്തിട്ട് നമ്മളായിട്ട് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തവണ ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടി വന്നത്. ഇല്ല വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഡയറക്റ്റ് ടൂർണമെന്റിന്റെ ആ ഒരു ഡേയിലേക്ക് മാത്രമേ ഈ വീഡിയോ ഞാൻ ഫോക്കസ് ചെയ്യായിരുന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് കൂടി കാണാവുന്ന രീതിക്ക് ഞാൻ ഈ കുക്കിംഗ് വീഡിയോയിലെ പല ഇവന്റ്സും കാര്യങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ തലേദിവസം നൈറ്റ് ആരും തന്നെ ഉറങ്ങാതെ എല്ലാവരും കൂടി ഇരുന്ന് ഉണ്ടാക്കിയ ഫുഡ് മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോഴും അതിനെക്കുറിച്ച് നല്ല ഫീഡ്ബാക്ക് കിട്ടുമ്പോഴും ഉണ്ടാവുന്ന സന്തോഷവും അതിനോടൊപ്പം തന്നെ ടൂർണമെന്റിന്റെ വിശേഷങ്ങളുമാണ് ഈ വ്ളോഗിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ പറയാലോ, നമ്മൾ നാട്ടിലെ ഒരു ഇവന്റ് വെച്ച് ഇതിനെ കമ്പയർ ചെയ്യരുത്. നാട്ടിലെ ഇവന്റ് പോലെയല്ല, ഇവിടെ ഒരു 100 പേര് ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി. അതിനോടൊപ്പം തന്നെ വിവിധ ടീമുകൾ, പ്രത്യേകിച്ചും നമ്മുടെ കായികയിനം ക്രിക്കറ്റ് ആയതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടി. സോഷ്യൽ ഇവന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അത് കാണാനെത്തും. അങ്ങനെയും കുറച്ച് പേര് നമുക്ക് കൂടും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഇത്തവണ ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ പൊതിച്ചോറും പിന്നെ കുറച്ച് ഡ്രിങ്ക്സും സ്നാക്സുമാണ് കരുതിയിരുന്നത്. സ്നാക്സ് ആയിട്ട് നമ്മൾ കണ്ടത് പഫ്സും, എഗ് പഫ്സും, ചിക്കൻ പഫ്സും, ഫിഷ് കട്ട്ലേറ്റും, ചിക്കൻ കട്ട്ലേറ്റും, പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് മാംഗോ ലസ്സി, കുലുക്കി സോഡ, സർവത്ത്, ഉപ്പ് സോഡ, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് നാരങ്ങ വെള്ളവും കരുതിയിരുന്നു. പിന്നെ ലേശം സംഭാരം. ഇതിവിടുത്തെ സമ്മർ ഇപ്പം അത്രയും ഇൻറ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം വെള്ളത്തിൻ്റെ ഐറ്റംസ് അഥവാ ഡ്രിങ്ക്സ് കരുതിയത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഡ്രിങ്ക്സ് നമ്മൾ ഈ കോക്കും മറ്റും കൊടുക്കുമ്പോൾ കിട്ടില്ലല്ലോ ആ ഒരു സുഖം. അപ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഡ്രിങ്ക്സ് കുറച്ച് ഐസൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിരുന്നു. ആ കഥ വഴിയെ പറയാം. നിങ്ങൾ എന്തായാലും ഈ വ്ളോഗ് മൊത്തം ഇരുന്ന് കാണാം. അപ്പോൾ തലേദിവസം നമ്മളുടെ ഈ ഉണ്ടാക്കുന്ന പിള്ളേർ വിശാല്, വിഷ്ണു തുടങ്ങിയവരാരും ഉറങ്ങിയിരുന്നില്ല. ഇവരെല്ലാവരും ഇതുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പൂരാകുമ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര ആഘോഷമായിരിക്കും. തലേദിവസമൊക്കെ ഭയങ്കര നേരം വൈകി എല്ലാവരും കിടന്നുറങ്ങുന്നത്. അപ്പം എനിക്കിങ്ങനെ എല്ലാവരും ഒരുപാട് നേരം ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അലാസ് ഞാൻ 1 മണിയായപ്പോഴേക്കും കിടന്നുറങ്ങി. ബിക്കോസ് എനിക്ക് ഉറക്കൊഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണത്. 1-1:30 ആയപ്പോഴേക്കും ഞാൻ ഉറങ്ങിയായിരുന്നു. ഞാൻ സൈഡായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഒരു 6:30 സമയമായപ്പോഴേക്കൊക്കെ ഞാൻ എണീറ്റിരുന്നു. എന്നിട്ട് ടൂർണമെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഭാര്യയുടെ നിന്ന് ചീത്ത കേട്ടു. ബിക്കോസ് ജോലിയുള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ അത്രയും നേരത്തെ എണീക്കാറില്ല. അങ്ങനെ നമ്മൾ തലേ ദിവസം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കാര്യങ്ങളും ആദ്യം വറുത്ത്, പിന്നീട് ആ വറുത്ത സാധനം കോരിയെടുത്ത് മാറ്റി വെച്ച്, പിന്നീട് ഇവര് ബിരിയാണിയുടെ അരി കഴുകി. ആ കഴുകിയ അരി തന്നെ ആദ്യം കേടായിരുന്നു, അത് ഒട്ടിപ്പിടിച്ചു. പിന്നെ 2ാമത് അരി ഇട്ടിട്ടൊക്കെയാണ് അത് ശരിയാക്കിയത്. മഷു പോകുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് ചെയ്യാനുള്ള പരിപാടിക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കാം. ബിക്കോസ് മഷു ആണ് നമ്മുടെ ഇതുണ്ടാക്കുന്നത്, പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മഷു പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഫ്ലാറ്റിലാണ്. അപ്പൊ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ. അപ്പൊ 2 ഫ്ലാറ്റിലും കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഇതിനിടയിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡാണ് കിച്ചിമോളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണ മറ്റേ കുറച്ച് മുട്ടയും അതേപോലെ തന്നെ ലേശം വെജിറ്റബിൾസും എല്ലാം ഇട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസ് ആയിരുന്നു ഉണ്ടാക്കിയത്. ഈ നൂഡിൽസ് പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പം ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫുഡുകളൊന്നും അധികം കഴിക്കാത്തതാണ് മോർണിംഗും. പക്ഷെ കൃഷ്ണ വന്ന പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല കുക്കിംഗ് രീതികളും ഞങ്ങൾ പരീക്ഷ വെക്കാറുണ്ട്, ഞങ്ങളുടേതായിട്ടുള്ള കുറേ റെസിപ്പികളും. അതിലൊന്നാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നൂഡിൽസ്. പുള്ളിക്കാരി ഇത് ഭയങ്കര കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചായിരുന്നു ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാന്നുള്ളതാണ് എൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയ മറുപടി. അങ്ങനെ ഞാനിത് കഴിച്ചു നോക്കിയായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതിൽ സ്റ്റിർ നൂഡിൽസ് എന്ന് പറയുന്നൊരു സാധനം നമുക്കിവിടെ മേടിക്കാൻ കിട്ടും.
അപ്പൊ ഇവര് ഈ കുക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പുള്ളിക്കാരിയും ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ പുള്ളിക്കാരിന്റെ ഒന്ന് മൈൻഡ് വെച്ച് അപ്പുറത്തോട്ട് പോകും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ നമുക്ക് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടൂർണമെന്റിന്. അപ്പൊ അതിന്റെ പിന്നാലെ കുറച്ചധികം ദിവസം നടക്കേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം കഴിഞ്ഞ 10 ദിവസം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഇവന്റിന് വേണ്ടി കൂട്ടമായിട്ട് പരിശ്രമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞു പോയ കോളേജ് കാലത്തെയും അല്ലെങ്കിൽ നമ്മുടെ ആ പഴയ ഓർമ്മകളുടെ ഒക്കെ ഒരു തിരിച്ചുവരവാണ് ആ ഒരു സിറ്റുവേഷൻ. എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഞാനിവിടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും നമുക്ക് പഴയ ലൈഫിലേക്ക് തിരികെ പോകുന്ന സിറ്റുവേഷനാണിത്. കേട്ടില്ലേ, നമ്മുടെ ഊക്കി ബൈ ഓണാണ് രാത്രി. പുള്ളിക്കാരൻ കുക്കിങ്ങിന്റെ ഇടയിൽ ഇഷ്ടപ്പെട്ട വിജയുടെ സോങ്ങും കാര്യങ്ങളൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് അതിനിടയിൽ വിശാലവിടെ കുറെ ഉള്ളി സവോള അരിയുന്നുണ്ട്. ഇതെല്ലാം ബിരിയാണിക്ക് വേണ്ടിയാണ് അരിയുന്നത്. ഉറക്കം വരാതിരിക്കാൻ ഇവര് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. പിന്നെ ഊക്കി ബൈനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ പരിപാടിയിൽ പുള്ളിക്കാരൻ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്, വിജയുടെ പാട്ട് തന്നെ. പക്ഷെ എലാസ് അത് പാടിക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ടൈം തികഞ്ഞില്ല. പക്ഷെ പുള്ളിക്കാരൻ നമ്മളിപ്പോ അത് പാട്ട് പാടിച്ചാലും പാടിച്ചില്ലെങ്കിലും പുള്ളിക്കാരൻ നമുക്ക് ചെയ്യാനുള്ള ഹെൽപ്പൊക്കെ എന്തായാലും ചെയ്തു തരും. പുള്ളിക്കാരൻ അത്രയും ഓണായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഈ പരിപാടിയുടെ ഇടയിൽ ഞങ്ങൾ ഇടയ്ക്ക് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചു നേരം TV ഒക്കെ വെച്ച് പാട്ടൊക്കെ കണ്ടിരുന്നു. ദേ ചിക്കൻ തയ്യാറായിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മളെ ചിക്കന്റെ ആദ്യത്തെ ഗഡു. ഇങ്ങനെ വറുത്തെടുത്ത ചിക്കൻ ഓവനിൽ വെച്ചതിന് ശേഷമാണ് ഇവരിത് വറുത്തെടുത്തിരുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ മഷുവിന്റെ അടുത്ത് പോയിട്ട് പൊതിച്ചോറിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു. മഷു പറഞ്ഞു ഉറങ്ങാൻ പറ്റിയ ഭാഗ്യം, എന്തായാലും ഉറക്കമില്ലാത്ത രാത്രിയാണ് എന്ന് എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും നിന്ന് അത്യാവശ്യത്തിലധികം നല്ലോണം പണിയെടുത്തിട്ട് ആണ് പിറ്റേ ദിവസം നമ്മളെ പരിപാടി ഓർഗനൈസ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പണിയെടുത്തവന്മാരൊക്കെ അവിടെ വന്ന് കിടന്നിട്ട് കുറച്ചധികം നേരം കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ കളിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറക്കം കളയാൻ പറ്റാത്തതുകൊണ്ടും എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി കിടന്ന് ഉറങ്ങിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ പരിപാടികളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിലെത്തി. അപ്പൊ ഇതാ കേട്ടില്ലേ, ഇതേപോലെ നമ്മൾ ഈ ടൂർണമെന്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കംപ്ലൈന്റ്സും കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. സോ നമുക്ക് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറെ അധികം ഈ ടൂർണമെന്റിന് വേണ്ടി റിസ്ക് എടുത്തായിരുന്നു. കാരണം ഞങ്ങളുടെ ആദ്യത്തെ ടൂർണമെന്റ് ആണ് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നത് ഈ ടീം ഉണ്ടായതിനു ശേഷം. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ടൂർണമെന്റ് കളിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ടൂർണമെന്റ് ആണ്. ഞാൻ കളിച്ചിരുന്നതൊക്കെ ഒരു ടീമിന്റെ അണ്ടറിലായിരുന്നു. ഇപ്പോ ഈ കാണുന്ന ഗ്രൗണ്ട് ഇതിപ്പോ എന്റെ പേരിലാണ് ഞാൻ ഹയർ ചെയ്തിരിക്കുന്നത്. ഞാനല്ല, എൻ്റെ ടീം ഹയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊടുത്തിരിക്കുന്നത് എൻ്റെ പേരാണ്. അപ്പോൾ ഞാനാണ് ഈ ടീമിൻ്റെ ലോക്കലായിട്ട് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടത്. അതിലൊരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടി ആകുമ്പോൾ തന്നെ UK നമ്മളുടെ ഈ ഒരു ഏരിയയിൽ കെൻഡിൽ നമ്മളിങ്ങനെ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ആ പരിപാടി കാണാൻ വരും. കുറേ പേര് ഇവിടുത്തെ നാടൻ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാൻ വരും. സുഹൃത്തുക്കളെല്ലാവരും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഗ്രൗണ്ടിൽ നമ്മൾ ഈ സെറ്റ് ചെയ്തേക്കുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതായിരിക്കുന്ന കണ്ടില്ലേ, അതാണ് ട്രോഫി. അതിൽ നടുക്കിരിക്കുന്ന മെയിൻ ട്രോഫി. അതിൻ്റെ അപ്പുറത്ത് വേൾഡ് കപ്പ് പോലെ ഇരിക്കുന്നത് സെക്കൻഡ് ടീമിന്റെ ട്രോഫി. തേർഡ് റണ്ണേഴ്സ് അപ്പിന് ഉള്ള ട്രോഫിയാണ് അതിൻ്റെ അപ്പുറത്ത്. ബാറ്റ്സ്മാൻ, ബൗളർ തുടങ്ങിയ MVP എല്ലാവർക്കും നമ്മൾ ട്രോഫി കൊടുത്തായിരുന്നു. ഇവിടെയാണ് കമന്ററിയുടെ സെഷൻ. ഇവിടെ അത്യാവശ്യം പാട്ടും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. ഞാനായിരുന്നു മെയിനായിട്ട് കമന്ററിയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഓരോരുത്തർ വന്നിരുന്ന് പോവായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഞാൻ ചെറിയൊരു ഗ്രൗണ്ടിനകത്തുള്ള നമ്മുടെ പെവലിയൻ ടൂർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഫ്രണ്ട്സ്ബറി ക്രിക്കറ്റ് ക്ലബ്ബ് എന്നാണ് ഈ ഗ്രൗണ്ടിന്റെ പേര്. ഇതിവിടെ അത്യാവശ്യം പഴക്കം ചെന്നൊരു ഗ്രൗണ്ട് ആണെങ്കിലും എനിക്ക് എന്തുകൊണ്ടോ ഈ ഗ്രൗണ്ടിലെ പിച്ചും അതേപോലെ തന്നെ കളിച്ചാടവും അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇഞ്ചുറി വരാൻ കുറച്ച് ചാൻസ് ഉള്ള ഒരു ഗ്രൗണ്ട് ആണെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട്. പക്ഷെ നമുക്ക് ആ സമയത്ത് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഗ്രൗണ്ട് ഇതായിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗ്രൗണ്ട്സ്മാൻ അലൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളിയെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇരിക്കുന്ന ഒരു അപ്പാപ്പനാണ് പുള്ളി. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഏത് ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാലും ഗ്രൗണ്ടിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊരു ബാറും അതേപോലെ തന്നെ ആ ബാറിൽ നമുക്ക് ഒരു ബാർമാനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഞങ്ങൾ ബാറടക്കമായിരുന്നു ഹയർ ചെയ്തിരുന്നത് ഈ പരിപാടിക്ക് വേണ്ടി. ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് ഇവിടുന്ന് എന്തെങ്കിലും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു.
ഭയങ്കര ദാഹം, നല്ല ചൂടായിരുന്നു. ഇതാണ് നമ്മുടെ അലൻ, ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്രൗണ്ട്സ്മാൻ. അപ്പോൾ പുള്ളിയായിരുന്നു ഇന്ന് ബാറും ഹാൻഡിൽ ചെയ്തത് പുള്ളി തന്നെയായിരുന്നു. പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പരിപാടി അവസാനിപ്പിച്ചപ്പോൾ പുള്ളിയെ കൊണ്ടാണ് ഞാൻ ആ ട്രോഫി കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പ്രൈസിന് ഞങ്ങൾ കൊടുപ്പിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മാറി ഞാൻ കുറച്ച് വേറെ ഐറ്റംസ് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഹോം ടീമിൻ്റെ പെവിലിയൻ റൂം, അപ്പുറത്തത് വിസിറ്റിംഗ് റൂമിൻ്റെയാണ്. അപ്പം നമ്മൾ ഹോം ടീം ആയതുകൊണ്ടും നമ്മൾ നടത്തുന്ന ടൂർണമെൻ്റ് ആയതുകൊണ്ടും നമ്മൾ ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിനകത്താണ് വെച്ചിരുന്നത്. ഇപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വെക്കാനുള്ള ഐറ്റംസ് മെയിനായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാഡും കിറ്റും ഹെൽമെറ്റും അടങ്ങുന്ന നമ്മുടെ വലിയ കിറ്റാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് കാട്ടു സ്കൂൾ ബാർ. നമ്മുടെ വിഷ്ണുവിൻ്റെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഫുഡൊക്കെ ഉണ്ടാക്കി, അവൻ നടത്തിയ ഒരു ടെൻറ്റ്, അതിനകത്ത് കൂൾ ബാറും അതേപോലെ തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാതും വിറ്റിരുന്നത് ഇവിടെ വെച്ചാണ്. നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്നാണ് നമ്മൾ വിറ്റിരുന്നത്. നമ്മുടെ പിള്ളേരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരേപോലെ ശ്രമിച്ചു. എല്ലാ ഫണ്ടിലും നല്ല ഒരു ഭാഗം ഈ ഉണ്ടാക്കിയവർക്ക് കൊടുത്ത് 30% ഒരു ലാഭം മാത്രമാണ് നമ്മുടെ ക്ലബ്ബ് എടുത്തത്. ഇതിനു മുന്നേ നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറമണി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഹോസ്റ്റ് ചെയ്യുന്നത് റിയാസ്, നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ. ഇതിനിടയ്ക്ക് നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചൊരു പോളോ ടീഷർട്ട് അടിച്ചിരുന്നു. അതാണ് അവരൊക്കെ ഇട്ട് കാണുന്നത്. അത് നല്ല അടിപൊളി സംഭവമായിരുന്നു, നല്ലൊരു ഇന്നോവേഷൻ ആയിരുന്നു. ഞങ്ങളുടെ ജേഴ്സിക്ക് പുറമെ ഞങ്ങൾ അടിച്ചാണ്. പക്ഷെ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഫ്ലാഗ് ഹോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാച്ചിൻ്റെ ലേശം ക്ലിപ്സ് കാണിച്ചു തരാം. നമ്മുടെ മാച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നാട്ടിലെ പോലെ തന്നെ എല്ലാ ടീംസും ഇങ്ങനെ അവരുടെ ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ മാച്ചാണ്. അപ്പോൾ ആദ്യത്തെ മാച്ച് തുടങ്ങുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല ഫോഗി ആൻഡ് മൂടി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടിയിട്ട് ആ ക്ലൈമറ്റ് നല്ല രീതിക്കുള്ള വെയിലിന് വഴിമാറി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആ സമയത്താണ് വിറ്റുപോയത്. മാച്ച് ഏകപക്ഷീയമായിട്ട് MCC അഥവാ മെയ്ഡ്സ്റ്റോൺ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ് ജയിച്ചത്. അവർ കളിച്ച എല്ലാ കളിയും ജയിച്ച് അവർ തന്നെയായിരുന്നു, അവരുടെ ടീമിലെ പ്ലെയേഴ്സ് തന്നെയായിരുന്നു മോസ്റ്റ് വാല്യുബിൾ പ്ലെയറും അതേപോലെ തന്നെ ബെസ്റ്റ് ബോളർ, ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന അവാർഡ്സ് എല്ലാം തൂത്തുവാരി അവർ തന്നെയായിരുന്നു കളി ജയിച്ചത്. അവരുടെ ടീം സെക്കൻഡ് റണ്ണേഴ്സ് അപ്പ് ആയിട്ടാണ് ഫിനിഷ് ചെയ്തത്. 6 ടീമിന്റെ കളിയായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കെൻഡിലെ തന്നെ നമ്മൾ ലോക്കലായിട്ടുള്ള മലയാളി ടീംസിനായിരുന്നു വിളിച്ചത്. എല്ലാവർക്കും അവരവരുടെ ടീമിലെ പ്ലെയേഴ്സിനെ മാത്രം, അല്ലാണ്ട് പുറത്തുനിന്ന് ആരെ ഇറക്കാത്ത ഒരു ടൂർണമെന്റ് ആയിരുന്നു നമ്മളിത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഗ്രൗണ്ടിന്റെ ഏറ്റവും മുകളിൽ നിന്നും ഞാൻ എടുത്ത ഒരു വ്യൂ ആണ്. ഈ താഴെ കാണുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട്. അവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് കുറച്ച് പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളി വാശിയേറിയ ഒരു സമയം, ഏറെക്കുറെ ഉച്ചയായ സമയത്ത് എനിക്ക് ശക്തമായിട്ടുള്ള ഡീഹൈഡ്രേഷൻ അനുഭവപ്പെട്ടിരുന്നു. കാരണം നല്ല ചൂട് വെയിലായിരുന്നു. സംഭവം നാട്ടിൽ നിന്ന് നമുക്ക് നല്ല ചൂടും ഉഷ്ണവും വെയിലും കാര്യങ്ങളൊക്കെ സഹിച്ച് നല്ല ശീലം ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് എനിക്ക് എന്തോ ഈ ചൂട് സഹിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചധികം റെസിസ്റ്റൻസ് പവർ കുറവുള്ള പോലെ തോന്നാറുണ്ട്. നാട്ടിലത്തെ ചൂടിനെ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ ഇതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് ബോള് പറക്കുന്നുണ്ട്. കാരണം എവിടേക്കെങ്കിലും പോകുന്ന ബോളൊക്കെ പറക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സാണത്. ഇത് വിസിറ്റിങ്ങിന് വന്ന ടീമുകൾ അവരുടെ കാർസ് എല്ലാം പാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ കാട്ടു സ്കൂൾ ബാറിലേക്ക് ഒന്നും കൂടി പോവാം. അവള് ലസ്സി കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് മാംഗോ ലസ്സിയാണ് ഇപ്പോൾ കുടിക്കുന്നത്. അതോ സംഭാരാണെന്ന് തോന്നുന്നു. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടിയുടെ ഇടയിൽ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ, നമ്മുടെ ടീമിലെ പ്ലെയേഴ്സും വരുന്ന ഗേൾസും എല്ലാവരും തന്നെ പ്ലെയേഴ്സിന്റെ കുട്ടികളൊക്കെ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അവർ കളിക്കിറങ്ങുന്ന സമയത്ത് ഇതേപോലെയൊക്കെ നോക്കും കുഞ്ഞു കുട്ടികളെ. ഒരു ടാസ്ക് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടൊരു പണിയായതുകൊണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കുട്ടികൾ ഇവിടെ വരാറുണ്ട്. കളിയുടെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരുടെ മക്കളാണ്. Team MCC and Team Serbia to come forward for the presentation ceremony. We are running out of time. തൊട്ടുമുമ്പ് കണ്ടത് പ്രസന്റേഷൻ സെറമണിയാണ്. എനിവേ കളി കഴിഞ്ഞു. നമുക്ക് ഊക്കി ബൈക്ക് എന്താണ് കളിയെ കുറിച്ചൊക്കെ പറയാനുള്ളത് നോക്കാം. ഞങ്ങൾ ജില്ലിങ്ങാൻ ക്രിക്കറ്റ് ക്ലബിന്റെ ആദ്യത്തെ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അപ്പോൾ അത് എത്രത്തോളം സ്പെഷ്യൽ ആക്കാൻ പറ്റുവാണോ അത്രത്തോളം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിഷ്ണു ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി, പിന്നെ എന്താ പറയുക, അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെയും കൂടി ഉത്സാഹിച്ചുണ്ടാക്കുകയാണ് നാളത്തെ പരിപാടിക്ക് റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ നാളത്തെ പരിപാടി ഗംഭീരമാകാൻ വേണ്ടി കൂടെ ഉണ്ടാവണം.